പത്തനംതിട്ടയിൽ LDF സ്ഥാനാർത്ഥി തോമസ് ഐസക് തോൽവി ഏറ്റുവാങ്ങിയതിലൂടെ CPM ജില്ലാ കമ്മിറ്റിയിൽ ഭിന്നത രൂക്ഷമായേക്കും. 53,000 വോട്ടിന് തോമസ് ഐസക് വിജയിക്കുമെന്നായിരുന്നു CPM ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയ റിപ്പോർട്ട്. വോട്ട് ചോർച്ച സംബന്ധിച്ച് പാർട്ടി തലത്തിൽ അന്വേഷണം നടന്നേക്കും. പത്തനംതിട്ടയിൽ വിജയം പ്രതീക്ഷിച്ചിരുന്ന LDF സ്ഥാനാർത്ഥി തോമസ് ഐസക് UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയോട് പരാജയപ്പെട്ടത് 66,119 വോട്ടിന്. ആന്റോ ആന്റണി 3,67,623 വോട്ട് നേടിയപ്പോൾ തോമസ് ഐസക്കിന് നേടാനായത് 3,01,504 വോട്ട് മാത്രം. തകർന്ന നിയമവാഴ്ചയും തകർന്ന സമ്പദ്ഘടനയും LDFന്റെ പരാജയത്തിന് കാരണമായെന്ന് ആന്റോ ആന്റണി പറഞ്ഞു വെക്കുകയും ചെയ്തു. 53,000 വോട്ടിന് തോമസ് ഐസക് വിജയിക്കുമെന്ന CPIM ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ പാളി. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ 2 ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ കയ്യാങ്കളി നടത്തിയത് തോമസ് ഐസക്കിന്റെ വിജയം എളുപ്പമാകില്ലെന്ന സൂചന നൽകിയിരുന്നു. 2 ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും ഒരുമിച്ചിരുത്തി CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു കയ്യാങ്കളി വിഷയം നിഷേധിക്കുകയും ചെയ്തിരുന്നു. 5 വട്ടം റാന്നി നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച രാജു എബ്രഹാം LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ പത്തനംതിട്ടയിൽ LDFന് വിജയം ഉറപ്പാണെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിലെ ഒരു വിഭാഗം വിലയിരുത്തിയിരുന്നു. രാജു എബ്രഹാമിന് സീറ്റ് നിഷേധിച്ചതും ഈ വിഭാഗത്തിന്റെ എതിർപ്പിന് ഇടയാക്കി. തോമസ് ഐസക്കിന്റെ പരാജയത്തിന് ഈ ഭിന്നതയും കാരണമായിട്ടുണ്ട്. തോമസ് ഐസക്കിന്റെ പരാജയം സംബന്ധിച്ച് പാർട്ടിതല അന്വേഷണത്തിനും സാധ്യതയുണ്ട്. റിപ്പോർട്ടർ, പത്തനംതിട്ട.